ഒരു ബിഗ് ബജറ്റ് പടം എങ്ങനെ പ്രമോഷൻ ചെയ്യണമെന്ന് എമ്പുരാന്റെ പ്രമോഷൻ രീതികൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അവര് ആദ്യം തന്നെ 36 ക്യാരക്ടർ പോസ്റ്റേഴ്സ് ഇറക്കി. സാധാരണ ഒരു സിനിമ അവര് ക്യാരക്ടർ പോസ്റ്ററുകൾ മാത്രമേ ഇറക്കുള്ളൂ. എന്നാൽ എമ്പുരാൻ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ 36 പേരെയും 1 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോ ക്ലിപ്പും പുറത്തു വിട്ടുകയുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഒരു അറിവും ഉണ്ടായിരുന്നില്ല. എന്നാൽ സോഷ്യൽ മീഡിയ മൊത്തം എമ്പുരാൻ 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 എന്ന് മാത്രമായിരുന്നു. എന്താ എമ്പുരാന്റെ അപ്ഡേഷൻ ഇല്ലാത്ത? എമ്പുരാൻ ടീമിന്റെ ഭാഗത്തുനിന്ന് ഒരു അപ്ഡേഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ എമ്പുരാൻ എന്താ അപ്ഡേഷൻ ഇല്ലാത്തെന്നുള്ള ഒരു അപ്ഡേഷൻ സോഷ്യൽ മീഡിയയിൽ മൊത്തം കറങ്ങായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആശീർവാദും ലൈക്കിയും തമ്മിലുള്ള പ്രശ്നം വരുന്നത്. ആ പ്രശ്നം തീർക്കാനായിട്ട് ശ്രീ ഗോകുലം ഗോപാലൻ ഗോകുലം മൂവീസ് ഇതിലോട്ട് വരുന്നു. അതൊരു നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലും അതിനെ എമ്പുരാൻ ടീം മൊത്തത്തിൽ അതങ്ങനെ ഒരു പോസിറ്റീവ് പബ്ലിസിറ്റി ആക്കിയിട്ട് വീണ്ടും എമ്പുരാന്റെ ഹൈപ്പ് അങ്ങനെ നിലനിർത്തി. അങ്ങനെ സാധാരണ മലയാളത്തിൽ ഒരു ബിഗ് ബജറ്റ് പടം ഇറങ്ങുമ്പോൾ മലയാളത്തിൽ ആദ്യം ഇറങ്ങും. അന്ന് ഇവിടുന്ന് ഹിറ്റ് ആകുമ്പോൾ തമിഴിലോട്ട് പോവും, പിന്നെ കന്നഡയിലോട്ട് പോവും. പിന്നെ അങ്ങനെയാണ് നമ്മുടെ മലയാള പടങ്ങൾ ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഓൾ ഇന്ത്യ ലെവലിൽ ഇങ്ങനെ ഒരു പ്രമോഷനും ഇപ്പോ തമിഴിലത്തെ ഓൺലൈൻ ചാനല്, ഹിന്ദിയിലത്തെ ഓൺലൈൻ ചാനല്, കന്നഡ, എവിടത്തെ ഓൺലൈൻ ചാനൽ നോക്കിയാലും എമ്പുരാൻ എമ്പുരാൻ എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു മലയാള പടം. ഒരു വലിയ ബിഗ് ബജറ്റ് പടം ഇറക്കാൻ പലർക്കും പറ്റും. എന്നാൽ ഇതുപോലെ മാർക്കറ്റ് ചെയ്യാനും കൂടിയും പറ്റിയാൽ മാത്രമാണ് ഈ ഇറക്കിയ എമൗണ്ട് തിരിച്ചു കിട്ടുള്ളൂ. ഗോകുലം ഗോപാലൻ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഈ പടം ആദ്യം പ്രൊഡ്യൂസ് ചെയ്യാൻ ഗോകുലം മൂവീസിനെ ആശീർവാദ് സമീപിച്ചിരുന്നു. അപ്പൊ അന്ന് ഇതിന്റെ ബജറ്റ് വലുതായതുകൊണ്ട് ആണ് ഇവർ ഈ പടം ചെയ്യാതിരുന്നത്. ലൈക്ക ഇതിലോട്ട് ഇറങ്ങിയത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്ര വലിയൊരു ബിഗ് ബജറ്റ് പടം ചെയ്യാൻ പറ്റിയത്. ലൈക്ക അവസാന സമയത്ത് മാറിയെങ്കിലും ആദ്യം ലൈക്കയ്ക്ക് പകരം കേരളത്തിലെ ഏതെങ്കിലും പ്രൊഡക്ഷൻ കമ്പനി ആണെങ്കിൽ ഇത്ര വലിയൊരു പടം ഉണ്ടാവോ എന്നുള്ളത് തന്നെ ഒരു സംശയമാണ്.